കുരുമുളകും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് പെരട്ടി എടുത്തിട്ടുള്ള ഒരു അടിപൊളി കൂൺ കുരുമുളക് പെരട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുൻപേ ട്രിപ്പ് നോട്ട്സ് വ്ലോഗിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീകുട്ടനാണ്. ഫ്രണ്ട്സ്, നമ്മുടെ കൂൺ കുരുമുളക് പെരട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൂണ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. കൂണിന്റെ ആ ഒരു തോൽഭാഗമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. പുറത്താണെങ്കിൽ നല്ല മഴ, ഈ മഴ സീസണിൽ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷ് തന്നെയാണ് നമ്മുടെ ഈ കൂൺ കുരുമുളക് പെരട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വൃത്തിയാക്കിയിട്ടുള്ള കൂണ് നന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ മഞ്ഞപ്പൊടിയിലൂടെ പൊക്കോളും. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, വറ്റൽമുളക് എന്നിവ നമ്മൾ വൃത്തിയാക്കി വെക്കുന്നു. എന്നിട്ട് ഒരു തേങ്ങ അങ്ങോട്ട് പൊട്ടിച്ചിട്ട്, ഒരു അരമുറി തേങ്ങ വേണ്ട, ഒരു കാൽമുറി തേങ്ങ നമ്മൾ എടുത്തിട്ട് ചെറിയ കൊത്തുകളാക്കിയിട്ട് തേങ്ങ കൊത്താക്കിയിട്ട് നമുക്ക് അത് കട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഈ തേങ്ങാക്കൊത്ത് എത്ര ഇട്ട് കഴിഞ്ഞാലും അത്രയും ടേസ്റ്റ് കൂടുതലേ നമുക്ക് കിട്ടുകയുള്ളൂ, ഒട്ടും കുറയില്ല. അതുപോലെ തന്നെ നമ്മുടെ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി. ചെറിയുള്ളി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരു പിടി ചെറിയുള്ളി എടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 6 അല്ലി മതിയാവും. അതുപോലെ തന്നെ വറ്റൽമുളക് ഒരു 5 പീസ് മതിയാവും. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ നമുക്ക് എടുത്തു കൊടുക്കാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ചെറിയുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ഈ ചെറിയ ഈ ഉരലിനകത്ത് ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോപ്പ് ചെയ്ത് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിന്ന് ചതച്ചാണ് എടുക്കുന്നത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്, നന്നായിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് അങ്ങോട്ട് ഇട്ടിട്ട്, കടുക് അങ്ങോട്ട് പൊട്ടുന്ന സമയത്ത് നമ്മുടെ തേങ്ങാക്കൊത്ത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ആദ്യം നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയെടുക്കുന്നതിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കണം. അത് ലോ ഫ്ലെയിമിൽ നിങ്ങൾ ചെയ്താൽ മതിയാവും. ഒരു റെഡിഷ് ബ്രൗൺ കളർ വരുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്തിനാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഒരു സൈഡിൽ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്ത സൈഡിൽ ഒരു കുക്കറും കൂടെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ കൂണ് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് വേവിക്കാനും വെക്കാം. അപ്പോൾ കൂണ് വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ ഈ വഴറ്റിലും കഴിയും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വഴറ്റിക്കൊണ്ടിരിക്കുന്ന വഴറ്റിൽ ഏകദേശം കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു റെഡിഷ് ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആ വഴറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കൂട്ട് നമുക്ക് നടുഭാഗം ചെറുതായിട്ടൊന്ന് വകഞ്ഞു കൊടുത്തിട്ട് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പൊടികൾ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്തേക്കുന്ന പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടിയും കുറച്ച് മീറ്റ് മസാലയാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇപ്പം എനിക്ക് കുറച്ച് സ്പൈസി വേണമെന്നുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി ആഡ് ചെയ്യാത്തത്. നിങ്ങൾക്ക് കുറച്ചും കൂടെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ചെറുതായിട്ടൊരു എരിവ് കുറച്ചൊന്ന് കുറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തേക്കുന്നത് 2 ടേബിൾ സ്പൂൺ ആണ്. അതുപോലെ തന്നെ മീറ്റ് മസാല 1 ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. കുക്കറിൽ ഒരു 5 വിസിലടിച്ചതിന് ശേഷം കുക്കർ പതിയെ അങ്ങോട്ട് തുറക്കുക. പ്രഷറൊക്കെ റിലീഫ് ആയതിനു ശേഷം മാത്രമേ തുറക്കാവുള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മുടെ ആ കുക്കറിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അതും കൂടെ നമ്മൾ നേരിട്ട് നമ്മുടെ വഴറ്റി വെച്ചേക്കുന്ന ഈ കൂട്ടിനകത്തോടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അങ്ങോട്ട് നമ്മുടെ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടപ്പ് തുറന്നിട്ട് ഇനി നമുക്ക് തുറന്നു വെച്ചിട്ട് തന്നെ വേവിക്കാം. കാരണം വെള്ളം ഇതിനകത്ത് കുറച്ച് കൂടുതലുണ്ടാവും. എന്നിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം കൊടുത്താൽ മതി. കാരണം ആദ്യം തന്നെ നമ്മൾ കുരുമുളക് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്കിതൊരു ഗ്രേവി ആയിട്ടും സെമി ഗ്രേവി ആയിട്ടും ഡ്രൈ ആയിട്ടും നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ വെള്ളം കൊടുക്കുന്ന സമയത്ത്, നിങ്ങൾ തിളപ്പിക്കുന്ന സമയത്ത് വെള്ളം ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഗ്രേവി കൂട്ടി വേണേൽ കഴിക്കാം. ഇല്ല സെമി ഗ്രേവി ആകണമെങ്കിൽ അങ്ങനെയും വേണേൽ കഴിക്കാം. ഇതെല്ലാം ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ ഡ്രൈ ആയിട്ടും കഴിക്കാം. ഡ്രൈ ആയിട്ട് കഴിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. എല്ലാവരും എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷ് തന്നെയാണ് നമ്മുടെ ഈ കൂൺ കുരുമുളക് പെരട്ട്. നമ്മൾ ചോറിൻ്റെ കൂടെ അത് ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് നമ്മുടെ കൂൺ കുരുമുളക് പെരട്ടും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് ചോറിനകത്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വേറെ ഒരു കറിയും വേണ്ട ഇതിൻ്റെ കൂട്ടത്തിൽ. പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം അങ്ങോട്ട് ഊറുവാണ്. സോ ഫ്രണ്ട്സ്, വീഡിയോ അവർക്ക് ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ശ്രീകുട്ടൻ സൈനിങ് ഓഫ്. ബൈ ബൈ.